ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ സിറംസ് യൂസ് ചെയ്യാറുണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്? കുറേ പേർക്കൊക്കെ അറിയില്ല, എന്നാലും എന്തിനോ വേണ്ടി യൂസ് ചെയ്യുന്നത്. കുറേ പേർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സിറം മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സിറം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. സ്ഥിരമായിട്ട് സിറംസ് യൂസ് ചെയ്യുന്നത് പല പല ബ്രാൻഡ്സല്ല, പല രീതിയിലുള്ള സിറംസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ അനുസരിച്ചിട്ട് പല രീതിയിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ റിങ്കിൾസിന് വേണോ, ഫൈൻ ലൈൻസിന് വേണോ, ഗ്ലോ ചെയ്യാനായിട്ടുള്ളത് വേണോ, ബ്രൈറ്റ്നസ്സിന് വേണോ, അങ്ങനെ അങ്ങനെ തന്നെ ഇഷ്ടം പോലെ. അപ്പോൾ ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് മാമ എർത്തിൻ്റെ ഉപ്ടൻ്റെ ഫേസ് സിറം. ഈ ഉപ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്താ? ഉപ്ടൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഞാനൊരു 3 കൊല്ലം മുന്നേ തൊട്ട് ഈ ഉപ്ടൻ്റെ കണ്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അത് മാമ എർത്തിട്ട് അവരുടെ തന്നെ ഞാൻ ഫേസ് ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മോയ്സ്ചറൈസർ. ഇതൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ലോഞ്ച് ചെയ്തിട്ട് കൊല്ലം 2 തോന്നുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. ഇനി സിറം എപ്പോഴൊക്കെ യൂസ് ചെയ്യേണ്ടത്, അതിന് മുന്നേ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം, എന്തിനാണ് ഇത്, ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇത് മാമ എർത്തിൻ്റെ ഇങ്ങനെ ഒരു പാക്കേജിങ് ആണ് വരുന്നത്. ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ്ങിൽ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നോക്കണേക്കാളും മുന്നേ ഇതിൻ്റെ പാക്കിംഗ് കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണേ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പാക്കിംഗ് എന്ന് പറയണത് ഇങ്ങനെ ഒരു ചില്ല് കുപ്പിയിലാണ് വരെ, ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു സംഭവം മൂടിയൊക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ കൂടെ ആ ഒരു ഫില്ലർ വരുന്നുണ്ട്, അത് ഓൾറെഡി അതിൽ ഫിക്സ് ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ മാറ്റേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഔട്ടർ പാക്കേജിങ്ങിൽ എഴുതി വെച്ചിരിക്കുന്ന സെയിം സംഭവം തന്നെ ഇതിൻ്റെ ഇന്നർ പാക്കേജിങ്ങിലും എഴുതി വെച്ചിട്ടുണ്ട്. 30 ml ഒരു പ്രോഡക്റ്റാണ് ഇത് വരുന്നത്. അപ്പോൾ സിറമിൻ്റെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതിൽ ടർമറിക്കും അതുപോലെ സാഫ്രോണാണ്. ഈ സാഫ്രോൺ എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? ടർമറിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ സ്കിന്നൊക്കെ റാഷസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്, അതൊരു മെഡിസിനാണ് ടർമറിക് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ആ ഒരു ടർമറിക് കാണിക്കാണ്ടിരിക്കില്ല. അപ്പം നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നസ്സും കൂടി കൊടുക്കുന്നതായിരിക്കും ടർമറിക്. പിന്നെ വരുന്നത് സാഫ്രോൺ. ഓഫ്കോഴ്സ് സാഫ്രോൺ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനായാലും അല്ലാത്തൊരു കാര്യം പാലിട്ട് കഴിക്കുക, അങ്ങനെ കഴിക്കുക, ഇങ്ങനെ കഴിക്കുക, വെളുക്കും എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ആ ഒരു സംഭവം തന്നെ. അപ്പോൾ ഒപ്റ്റാൻ എന്ന് പറയണത് നമുക്ക് ബ്രൈറ്റ്നസ് കിട്ടാനും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അതുപോലെ സ്കിന്നിൽ വരുന്ന ഒരു പിമ്പിൾസിൻ്റെ മാർക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫീഡ് ഔട്ട് ആക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇനി ഈ ഉപ്ടൻ എന്നുള്ള വാക്ക് എന്താണ്? ഉപ്ടൻ എന്നുള്ള വാക്കെന്ന് പറയുന്നത് പണ്ടേ തൊട്ട് കാലാകാലം യൂസ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ്. ഈ വാക്കെന്ന് പറയണത് പണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ പ്രൊഡക്ട്സ് മാർക്കറ്റിലൊക്കെ ഇങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു. അന്ന് കാലത്തെന്ന് പറയുമ്പോൾ കിച്ചണിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ സ്കിൻ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ ഹെയർ കെയർ റൂട്ടീനൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ഈ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ ഈ ഹൽദി ഫംഗ്ഷൻ എന്നൊക്കെ പറയില്ലേ, ഈ ഹൽദി ഫംഗ്ഷനൊക്കെ മെയിനായിട്ട് ഈ ഉപ്ടനാണ് കൂടുതൽ യൂസ് ചെയ്യുക. കാരണം ആ ഒരു ബ്രൈഡ് അല്ലെങ്കിൽ ഗ്രൂം അവർ കുറച്ചുകൂടി ആ ഒരു ദിവസം തിളങ്ങണം, ഗ്ലോ ആവണം എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കല്യാണത്തിൻ്റെ തലേദിവസം എന്ന് വെച്ചാൽ ഹൽദി, അത് തലേദിവസമല്ല, അത് ഏതെങ്കിലും ദിവസമായാലും ഹൽദിയുടെ ഒരു ദിവസമാണെങ്കിൽ ആ സമയത്ത് അവർ യൂസ് ചെയ്യുന്നത് ചന്ദനം, പിന്നെ മഞ്ഞൾ, അങ്ങനത്തെ കുറേ ഇത് വെച്ചിട്ട് കിച്ചണിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫേസിൽ പാക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാറ്, അല്ലെങ്കിൽ നമ്മൾ സ്കിൻ ക്രീമായിട്ടോ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാറുള്ളത്. അത് തന്നെ സെയിം സീറമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്ടൻ എന്നുള്ള വാക്ക് കാലാകാലമായിട്ട് ഉള്ളൊരു നാച്ചുറൽ വാക്കാണ്. ആ ഒരു വാക്കാണ് നമുക്ക് ഈ ഒരു സംഭവം ഈ ഒരു കുഞ്ഞു ബോട്ടിലായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഉപ്ടൺ ഫേസ് ക്രീം വരുന്നുണ്ട്, സിറം വരുന്നുണ്ട്. ഇനി ഇത് രണ്ടിലും ഏതാ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ സിറം തന്നെ പറയുള്ളൂ. കാരണം സിറം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വാട്ടർ കണ്ടൻറ്റ് ആണ്. അതിൽ ആ ഒരു ടെക്സ്ചറും തന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ അബ്സോർവ് ആയി പോകാനായിട്ട് കുറച്ചുകൂടി ഹെൽപ്ഫുൾ കൂടുതലായിരിക്കും മറ്റേത് അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്ന് വെച്ചാൽ ക്രീമാണെങ്കിൽ നമുക്ക് പുറത്തത്തെ ഒരു ലെയറിലാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു അബ്സോർവ് ചെയ്യാനായിട്ട് ടൈം കൂടുതലെടുക്കും. ഇതാണെങ്കിൽ സിറമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അബ്സോർവ് ആയി പോവും. അതിൻ്റെ ഒരു ബെനിഫിറ്റ്, അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ
കാണാൻ പറ്റും. അപ്പോൾ മറ്റത് ഒരാഴ്ച എടുക്കുകയാണെങ്കിൽ ഇതൊരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ റിസൾട്ട് കാണിക്കും. അതിൻ്റെ ഒരു പകുതി ദിവസം മതി. ഇനി അധികം വാച്ച് കടിക്കേണ്ട, നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഒരു വാട്ടർ കണ്ടൻസി പോലെയാണ്. പക്ഷേ ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് സിറം ആയതുകൊണ്ട് തന്നെ ഒരു 3-4 ഡ്രോപ്പ് മാത്രം ഇതിൻ്റെ ആവശ്യമുള്ളൂ. വല്ലാണ്ട് ഓവറായിട്ട് നമുക്ക് ഈ ഓയിലി പോലെ ഫേസ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് ഒന്ന് ടാപ്പ് ആക്കി ചെയ്താൽ മതി. അല്ലാണ്ട് സ്ക്രബ് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം ഇത് ഉള്ളത് മൊത്തം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് മൊത്തം നമ്മുടെ വിരലിന്മേൽ ആയി പോവും. അതുകൊണ്ട് തന്നെ നമ്മളത് ടാപ്പ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ മൊത്തം ഒന്ന് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. 2 to 3 minutes. അത് 1-2 ദിവസം നമ്മൾ യൂസ് ചെയ്താൽ പോരാ. നമുക്കൊരു റിസൾട്ട്, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 weeks എങ്കിലും സമയം നമുക്ക് കൊടുക്കേണ്ടി വരും ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ. ഇനി ഈ ഒരു സിറം എപ്പോഴൊക്കെ യൂസ് ചെയ്യാം? ഈ ഒരു സിറം തന്നെയല്ല, ഏതൊരു സിറം ആയാലും എപ്പോഴൊക്കെ യൂസ് ചെയ്യാം. നോർമലി നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി സിറം യൂസ് ചെയ്യണോ? വേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടോണർ. അതിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത്. സിറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ സൺസ്ക്രീൻ എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ടോണർ യൂസ് ചെയ്യണവരാണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാത്തവരാണെങ്കിൽ ഡയറക്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് സിറമിലേക്ക് കിടക്കാം. പക്ഷേ ടോണർ യൂസ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തേർഡ് സിറം യൂസ് ചെയ്യണത്. മറക്കണ്ട, മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ടല്ല സിറം യൂസ് ചെയ്യേണ്ടത്, സിറം കഴിഞ്ഞിട്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. ഇനി ഇതിൻ്റെ റേറ്റ് അറിയണം, ഇത് എവിടെയൊക്കെ കിട്ടുക അതൊക്കെ അറിയണ്ടേ. റേറ്റ് വരുന്നത് ഇതിൻ്റെ 499 ആണ് MRP പ്രൈസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ സ്ക്രീനിൽ ഞാൻ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കൂപ്പൺ കോഡ് വെച്ചിട്ട് നമുക്ക് ഒരു 10 to 20% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. ഇനി ഈ ഡിസ്കൗണ്ട് എവിടെ പോയാലും കിട്ടുക? ആരെങ്കിലും റോട്ടിൽ പോകുന്നവരുടെ അടുത്ത് പോയാൽ ചോദിക്കാൻ പറ്റുമോ ഡിസ്കൗണ്ട്? ഇല്ലല്ലോ. അപ്പോൾ ആ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഓൺലൈൻ സൈറ്റ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ സൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റും ആപ്പും ഉണ്ട്. മാമ എർത്തിൻ്റെ വെബ്സൈറ്റും ആപ്പ്, ഇത് രണ്ടിലും പോയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുക. അല്ലാത്ത ഇതായാലും നമുക്ക് ഓൺലൈൻ സൈറ്റിലും കിട്ടുന്നുണ്ട്. ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ, അങ്ങനെ പല സൈറ്റിലും അവൈലബിൾ ആണ്. പക്ഷേ അവിടെ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. ഫുൾ MRP പ്രൈസ് വെച്ചിട്ട് തന്നെ നമുക്ക് മേടിക്കേണ്ടി വരും. ഇനി അത് കൂടാണ്ട് നമുക്ക് ചില സൈറ്റുകൾ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അങ്ങനെ ഡിസ്കൗണ്ട് ആണെങ്കിൽ അങ്ങനെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇനി ഓൺലൈനിൽ മേടിക്കാൻ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ അതിനും സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ അടുത്തുള്ള സ്റ്റോറിലൊക്കെ ഇപ്പം മാമ എർത്തിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ വെറൈറ്റി മാമ എർത്തിൻ്റെ ബ്രാൻഡ്സിൻ്റെ എല്ലാ തരം ഐറ്റംസും നമുക്ക് അടുത്ത സ്റ്റോറിലൊക്കെ കിട്ടും. അപ്പോൾ ഡയറക്റ്റ് പോയിട്ട് മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 499 ഈ ഒരു റേഞ്ച് തന്നെ കൊടുക്കേണ്ടി വരും. ഇനി ഇതിൽ 30 ml പ്രൊഡക്റ്റാണ്, ഇത് വർത്തിയാണോ എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് സിറമാണ്. സിറമിന് 30 ml എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം കുറേ നാൾ ഓടും. കാരണം 2 to 3 ഡ്രോപ്സ് നമുക്ക് എടുത്താൽ മതി. ഇനി ഇതിൽ മെയിനായിട്ട് ഇവർ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ 24 hours ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഹൈഡ്രേഷൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് അങ്ങനെ എഫക്റ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് എഫക്റ്റ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ട് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് ക്ലീൻ ആയിട്ടുള്ള ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഫൈൻലൈൻസ് അതൊക്കെ ഒന്ന് കുറയാനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ട് അങ്ങനെ കുറച്ച് റിപ്പയർ ചെയ്യില്ലേ നമ്മുടെ സ്കിന്നിന്, ആ ഒരു ബെനിഫിറ്റൊക്കെ ഈ ഒരു സിറം യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ആസ് നോർമൽ മാമ എർത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡാണ്. അത് സൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ചില സ്കിൻകാർക്ക് ഇപ്പോൾ അവർ പറഞ്ഞാൽ പോലും ചില സ്കിൻകാർക്ക് ഈ ഒരു ഉപ്തൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഇറിറ്റേഷനൊക്കെ വരാണ്. കാരണം അതിൽ ടർമറിക്കാണ്. ചിലവർക്ക് മാത്രമേ ഈ ടർമറിക്ക് പറ്റുള്ളൂ. അപ്പോൾ പറ്റണവരാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതൊരു ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ
സേഫാണ്. ഇപ്പം എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും എൻ്റെ സ്കിന്നിന് അങ്ങനെ വലിയ ഡാമേജ് ഒന്നും ആവാറില്ല. എന്നാൽ ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടാറാണ് ചെയ്യാറ്. അത് എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കിന്നാണ് എൻ്റെ സ്കിൻ. പക്ഷേ ചിലർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻകാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പിമ്പിൾസ് ഒക്കെ അവർക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇച്ചിനെസ്, ഭയങ്കര നീറ്റം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാറുണ്ട്. കാരണം ഇതിൽ ടർമറിക് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം മേടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഇത് ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഉപ്ടൺ ഫേസ് വാഷ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ടർമറിക്കും അതുപോലെ തന്നെ സാഫ്രോൺ. ഇത് ഫേസിന് മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോൾ സ്കിൻ, നമ്മുടെ ഹാൻഡ്സ് ആയാലും എവിടെയായാലും നമുക്കിത് യൂസ് ചെയ്യാൻ പെട്ടെന്ന് കഴിയുമെന്ന് മാത്രം. പക്ഷേ റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ മാമ എർത്തിൻ്റെ അടിപൊളി ഒരു ഫേസ് സിറം. ഇതിൽ മാമ എർത്തിൻ്റെ സിറംസിൽ തന്നെ ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് ഉപ്ടൻ്റെ ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതുപോലെ ഇനി നല്ല നല്ല പ്രോഡക്റ്റ്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.